ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയരാജൻ കുറുവത്ത്. ഇന്ന് വാസ്തുവീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇത് മണലൂരുള്ള ആശാ ജയപ്രകാശിൻ്റെ വീടാണ്. ഇത് പണിയെടുത്തിരിക്കുന്നത് ഷെജിമോൻ പൊങ്ങണാമൂല, തൃശ്ശൂരാണ്. ഇത് നമ്മൾ ഉമ്മാർത്തേക്ക് കയറി പൂമുഖം കടന്ന് ചെന്നു. ഇത് കാണുന്നു, നടുമുറ്റം കാണുന്നു. പിന്നെ നടുമുറ്റവും കഴിഞ്ഞ് അടുക്കള. ഇത് ശരിക്കും ഒരു വടക്കു ദർശനമായുള്ള പൂമുഖവും നടുമുറ്റവുമുള്ള ഒരു കേരളീയ തനിമയുള്ള വീടിൻ്റെ പ്ലാനാണ്. ഇതിൻ്റെ ചുറ്റളവ് വരുന്നത് 75 കോൽ 16 വിരലാണ്. വാസ്തുശാസ്ത്രത്തിൽ കൗമാരപ്രായം കാണിക്കുന്ന ഉത്തമമായൊരളവാണിത്. ഇതിൻ്റെ തെക്ക് വടക്ക് 20 കോൽ 8 വിരലും കിഴക്ക് പടിഞ്ഞാറ് 17 കോൽ 12 വിരലുമാണ് അളവുകൾ വരുന്നത്. ഇതിൻ്റെ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും മധ്യസൂത്രം ഒഴിവാക്കി വാസ്തുശാസ്ത്രപ്രകാരം പണിയുന്ന ഒരു വീടാണിത്. ഈ വീടിൻ്റെ ഗസ്റ്റ് ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനോട് ചേർന്ന് കന്നിമൂലയിൽ മെയിൻ ബെഡ്റൂം ഇതാണ്. ഇത് 20 കോൽ 8 വിരലാണ് ഇതിൻ്റെ ചുറ്റളവ്. അതിനോട് ചേർന്ന് ബാത്റൂമുണ്ട്. അത് കഴിഞ്ഞ് ഇവിടേക്ക് കിടന്നാൽ ഇവിടെ പടിഞ്ഞാറ് തിരിഞ്ഞ് വലതുവശത്തേക്ക് വടക്ക് തിരിയുന്ന കോണിയാണ് വരിക. മുകളിലും ഇതേപോലെ തന്നെ പണി വരുന്നുണ്ട്. ഇത് വടക്കോട്ടുള്ള മെയിൻ വാതിൽ, മെയിൻ എൻട്രൻസ്. 2 ഭാഗത്തും അതിന് ഓരോ ജനലുകളുണ്ട്. കൂടാതെ 2 ഭാഗത്തും 3 കള്ളി ജനലുകൾ വേറെയും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മധ്യസൂത്രം ശരിയല്ലെന്ന് ഒന്നുകൂടി എൻ്റെ സുഹൃത്തായ മണികണ്ഠനും കൂടി വന്ന് ഇതിൻ്റെ ഫർണിച്ചർ, ഈ ജനൽ വാതിൽ പണികളെല്ലാം വർക്ക് ചെയ്യുന്ന മണികണ്ഠനാണിത്. ഞങ്ങൾ രണ്ടാളും ഒന്നുകൂടി വന്ന് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് മധ്യസൂത്രം കറക്റ്റ് അല്ലേന്ന്. 600 ഒഴിവ് നേരെ വരുന്നില്ലേ എന്ന് നോക്കാൻ വേണ്ടി അളക്കുകയാണ്. കറക്റ്റ് ഗ്യാപ്പല്ലേ? ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മധ്യസൂത്രം ശരിക്ക് വെട്ടുകൊണ്ടാണ് പണി നടന്നിട്ടുള്ളത്. ജനല് പിന്നെ അടുത്ത 3 വാതിലുകളെല്ലാം പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത 3 മാർക്ക് ചെയ്താൽ ഇത് പൂഴിമണലിൽ തറ പണിയുന്നത് കൊണ്ട് 3 അടി താഴ്ത്തി അതിന് 132 10 സെൻറ്റിമീറ്റർ 132 കോൺക്രീറ്റ് ചെയ്തിട്ട് നോക്കാം. അവിടെ നിന്നാണ് തറ പണിത് വന്നിട്ടുള്ളത്. മുകളിലും 10 സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നടി 92 സെൻറ്റിമീറ്റർ കറക്റ്റല്ലേ? ഈ സൈഡിൽ കൂടെ അല്ലേ വീട്ടിലെ? അത് അപ്പുറത്തും കിട്ടും അല്ലേ? ആ ജനലിലേക്കല്ലേ? അവിടെ നിന്ന് നോക്കണം ഒന്നും കൂടി ആ ഭാഗത്ത്. അപ്പുറം കൂടി വേണമെന്ന് പോയി നോക്കിയേക്കാം. എല്ലാ വശത്തും മധ്യസൂത്രം കറക്റ്റല്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പ് ഇവിടെ തന്നെയല്ലേ? ശരി തന്നെയാണ്.